ഹായ് ഓൾ. അപ്പം ഇന്ന് ഞാൻ ഒരുങ്ങി റെഡി ആയിട്ട് ഒന്ന് പുറത്ത് പോവാണ് കേട്ടോ. ഇന്ന് ഉമ്മാനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം. അപ്പം ഞാനും ജ്യേഷ്ഠത്തിയും കൂടിയിട്ടാണ് കേട്ടോ പോണത്. പോകുന്ന വഴിയുണ്ടല്ലോ ഉമ്മാക്ക് കുറച്ച് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ പ്രിൻ്റ് എടുക്കാനുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ വാങ്ങി നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടോ. ഇതിവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. നമ്മളുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് പോയാൽ മതി, ഒരു 3-4 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഈ ഒരു ഹോസ്പിറ്റൽ. അപ്പം ആൾക്ക് ബാക്ക് പെയിൻ ഉള്ളതാണ്, ഡിസ്കിൻ്റെ പ്രോബ്ലം ഉണ്ട് കേട്ടോ ഉമ്മാക്ക്. അപ്പം കുറച്ച് നാൾ മുന്നേ ഇതേപോലെ ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഇപ്പോൾ പിന്നെ ഒന്നും കൂടെ എടുക്കുന്നതാണ് കേട്ടോ. ഇത് എത്ര ദിവസം നമുക്ക് ആൾക്ക് ഇവിടെ കിടക്കേണ്ടി വരും എന്നുള്ളതൊന്നും അറിഞ്ഞുകൂടാ. അപ്പം നമ്മൾ ഫോമൊക്കെ ഫില്ലപ്പ് ചെയ്ത് കൊടുക്കാനുണ്ടായി, അതൊക്കെ ചെയ്ത് പിന്നെ നമ്മൾ അവിടെ ഒക്കെ ഒന്ന് ചുറ്റി കറങ്ങി കാണുമായിരുന്നു കേട്ടോ. അവിടെ ചെന്നപ്പോൾ തന്നെ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ, വേറെ പേഷ്യൻസ് ആരും ഉണ്ടായില്ല. ആകെ ഒരു ഡോക്ടറും ഒരു നഴ്സും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഉമ്മക്ക് ആകെ ടെൻഷനായി, ഞങ്ങളും കുറച്ചൊക്കെ ഒന്ന് പേടിച്ചു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മളുടെ പുരുഷന്മാരുടെ വാർഡിൽ നമ്മളുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഉമ്മ നേരത്തെ അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നത്, സമാധാനമായിരുന്നു. നമുക്ക് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു സമാധാനമാണല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, ഞങ്ങളവിടെ ചെന്നപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ കണ്ടതും ഞങ്ങൾ ആദ്യം ശ്രദ്ധിച്ചതും ഇവിടുത്തെ ഒരു കോർട്ട്യാർഡാണ് കേട്ടോ. ഒരു നടുമുറ്റം പോലെയുള്ള ഒരു ഏരിയ ഉണ്ട് ഇവിടെ. പൊതുവെ ഒരു ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷം ആയതുകൊണ്ട് ഭയങ്കര രസമായിരുന്നു കേട്ടോ അത് കാണാനും. അവിടെ ഒരു കോലായി പോലെയൊക്കെ കൊടുത്തിട്ടുണ്ട്, നമ്മളൊരു ബേ വിൻഡോ ഒക്കെ പോലെ ഇരുന്ന് അവിടെ ഇരുന്ന് ഇങ്ങനെ മുകളിൽ നടുമുറ്റാണല്ലോ. അപ്പം മഴയൊക്കെ പെയ്യുമ്പോൾ അവിടെ ഇരിക്കുമ്പോൾ നല്ലൊരു വൈബായിരിക്കും എന്ന് എനിക്ക് തോന്നി. അതുമാത്രമല്ല, ആ ഒരു കോർട്ട്യാർഡിൻ്റെ ഉള്ളിലായിട്ട് 2-3 ചെടികളും മരങ്ങളും ഒക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അതും നല്ലൊരു രസമാണ് കേട്ടോ. മഴയൊക്കെ പെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു നല്ല രസമായിരിക്കും അവിടെ ഇരിക്കാനും. ചുറ്റിനും വരാന്തൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കുറച്ച് നേരം നോക്കി നിന്ന്. ഞങ്ങളുടെ കൂടെ ഇത്തതടം മോളും ഉണ്ടായിരുന്നു കേട്ടോ. അവളിന്ന് വയറുവേദന എന്ന് പറഞ്ഞ് ലീവ് എടുത്തതാണ് കേട്ടോ. ലീവ് എടുത്ത് സ്കൂൾ വണ്ടി പോയി കഴിഞ്ഞപ്പോൾ അവളുടെ വയറുവേദനയും പോയി. അങ്ങനെ അവളും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അവളാണ് ഇതാ നിൽക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഉമ്മാനെ അവിടെ റൂമിൽ ആക്കിയിട്ട് മരുന്ന് മേടിക്കാനുണ്ടായിരുന്നേ, 1-2 സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായി. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾക്ക് ആ ഒരു ഏരിയ അധികം പരിചയമില്ലാത്ത കാരണം കൊണ്ട് വഴി മാറിപ്പോയതാണ് നിങ്ങൾ ഈ കാണുന്നത്. നമ്മൾ അപ്പുറത്തെ സൈഡിലാണ് മെഡിക്കൽ ഷോപ്പ് ഉള്ളത്, പക്ഷേ നമ്മൾ വഴി മാറിയിട്ട് ഈ സൈഡിലോട്ടാണ് കേട്ടോ പോണത്. എൻ്റെ മോൾക്കാണെങ്കിൽ തനുവിനെ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ആരെയും വേണ്ട, അവളുടെ കൂടെ അങ്ങനെ കളിച്ച് നടന്നോളൂ കേട്ടോ. രണ്ടുപേരും ഏകദേശം ഒരേ വൈബുള്ള ആൾക്കാർ ആയ കാരണം കൊണ്ട് അവരങ്ങനെ നടന്നോളും. എൻ്റെ വീഡിയോ എടുക്കലും ഈ ഒരു സൈഡിൽ കൂടെ നടക്കും. ഉമ്മാടെ കൂടെ നിൽക്കാനായിട്ട് അവിടെ ആരെയും സമ്മതിക്കില്ല. അത് കാരണം കൊണ്ട് നമ്മൾ നേരെ ഉമ്മാനെ അവിടെ ആക്കി വീട്ടിലേക്ക് പോന്നു കേട്ടോ.